ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഈച്ചശല്യമായിരിക്കും അല്ലേ. ഭക്ഷണത്തിലെല്ലാം വന്നിരിക്കുന്നത് പതിവാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. കുറച്ച് തുളസിയില ഇതുപോലെ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 പച്ച കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിലും അതുപോലെ ജനലിൻ്റെ സൈഡിലും ഒക്കെ വെച്ച് കൊടുത്താൽ ഈ ഒരു ഈച്ചശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഈച്ചയ്ക്ക് ഭയങ്കര അസഹനീയമാണ്. അതുകൊണ്ട് തന്നെ ഈച്ച ആ ഒരു പരിസരത്ത് പോലും വരില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പലരും പല ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന്, നമ്മുടെ വീട്ടിലെല്ലാം തുളസിയില ഉണ്ടാവുമല്ലോ, അപ്പോൾ 2 പച്ചക്കർപ്പൂരം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു തുളസിയുടെ ഇല വളരെ നല്ലതാണ്. ഇത് ദേഹത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി, കയ്യിലും കാലിലും ഒക്കെ. കുട്ടികളുടെയൊക്കെ ദേഹത്തും ഒക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ കൊതുകടിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചിലവുമില്ലാതെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എൻ്റെ അമ്മയ്ക്ക് 75 വയസ്സുണ്ട്. അമ്മ അങ്ങനെ എല്ലാ ഹെയർ ഡേകളും അങ്ങനെ കെമിക്കൽ അടങ്ങിയതൊന്നും ആദ്യമൊക്കെ തേക്കുമായിരുന്നു, അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീടായപ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരു ചെറിയ തലയ്ക്ക് ഭയങ്കര തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അമ്മ അത് ഉപേക്ഷിച്ചു. പിന്നീടാണ് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ തേക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 15 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാനും ഇത് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ നമുക്കിതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്കൊരു പാനിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 3 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. നെസ്കഫേയുടെ കോഫി പൗഡർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുമല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കാപ്പിപ്പൊടി വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അതാണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് 3 സ്പൂൺ ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും കൂടെ എടുക്കണം. ഒരു 10-15 ഇല എടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇതിലേക്ക് നമ്മൾ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ പനിക്കൂർക്കയുടെ ഇലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഈ തലനീരിറക്കം അതുപോലെ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മളിട്ട് കൊടുക്കുന്നത്. പ്രായമായവർക്കൊക്കെ ഡൈ ചെയ്യുമ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ പനിക്കൂർക്കയുടെ ഇലയെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇട്ടു, പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഇട്ടിട്ട് ഈ 1/4 ഗ്ലാസ് ആകുന്നവരെ, അതായത് നമുക്ക് എത്രയാണോ വേണ്ടത്, പൊടി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കണം, നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് പകുതിയിലധികം വറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഇരുമ്പ് പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കരിഞ്ജീരകം ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഈ കരിഞ്ജീരകത്തിൻ്റെയും ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കരിഞ്ജീരകം മിസ് ചെയ്യരുത്. അപ്പോൾ ഇത് ഒരു 2-3 സ്പൂണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് കരിച്ചെടുക്കാം. ഇതാണ് കരിഞ്ജീരകം. ഞാൻ ഇതുപോലെ ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 3 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ഒന്ന് കരിച്ചെടുക്കണം. നമ്മൾ ഈ ഹെയർ ഡൈ ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ഈ കരിഞ്ജീരകം ഇട്ട് വറുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും വളരെയധികം നല്ലതാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി. മാത്രമല്ല, ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി പലരുടെയും ഡ്രൈനെസ് ആവാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്സ് കൂടി ഞാനതിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം വറുത്ത കരിഞ്ജീരകം ഞാൻ എടുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ 2 തുരുമ്പുള്ള ആണി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ തുരുമ്പുള്ള ഇരുമ്പിൻ്റെ പാത്രം എടുത്താലും അതിൽ 2 തുരുമ്പുള്ള ആണി കൂടി ചേർത്താൽ നല്ല കളറ് കിട്ടും കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ആദ്യമേ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പൊടികൾ ഒന്നിച്ച് പൊടിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. 1 ഹെന്ന പൗഡർ, 2 ഉലുവയുടെ ഇല തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ചത്, പിന്നെ മറുതാളിപ്പൊടി. ഇത് 3ഉം കൂടെയാണ് ഞാൻ പൊടിച്ച് ഈക്വലായിട്ട് എടുത്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്നത്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈക്വലായിട്ട് എടുത്ത് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അംല പൗഡർ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകം പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹെന്ന ചേർത്തു, അംല ചേർത്തു, മേത്തി ചേർത്തു, മറുതാളി ചേർത്തു, പിന്നെ കരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെ ഇലയും കോഫിയുടെ പൊടിയും കൂടെ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചെറിയൊരു ഇളം ചൂട് ഉണ്ടാവണം നമ്മുടെ ഈ ഒരു തിളപ്പിച്ച വെള്ളത്തിന്. അധികം തണുക്കരുത്, ഇളം ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ ഈ മിക്സെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടൊരു 8 മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ മറന്നു പോകരുത്. അതിൽ കൂടിയാലും കുറയരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ആ പൊടിച്ച കരിഞ്ജീരകത്തിൻ്റെ ബാക്കിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഞാൻ. അപ്പം നിങ്ങൾക്കറിയാവുന്നതാണ്, എല്ലാവരുടെയും മുടി ഒരുപോലെയല്ല, പലരുടെയും മുടി പല തരത്തിലാണ്. ചിലരുടെ മുടി ഓയിലി മുടിയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതിൽ കെമിക്കൽ തന്നെ വേണ്ടി വരും. ഈ ഓയിലി മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഷാമ്പൂ ഇട്ട് എത്രയൊക്കെ കഴുകിയാലും അവരുടെ മുടിയിൽ ഒരു മെഴുക് പോലെ ഉണ്ടാവും ചിലരുടെ മുടികൾ. അതിൽ പിടിക്കാനാണ് ഈ പാട്. അപ്പോൾ അവർക്കാണ് ഈ റിസൾട്ട് കിട്ടാതിരിക്കുന്നത്. അവർക്ക് മാക്സിമം ഒന്നെങ്കിൽ ഒറിജിനലായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കെമിക്കലുള്ള ഡൈകളൊക്കെയാണ് അവർക്ക് ചേരുക. കൂടുതൽ അമോണിയൊന്നും ഇല്ലാത്ത ഡൈകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ച് തേക്കാനായിട്ട് ശ്രമിക്കുക. അലർജികളൊന്നും ഇല്ലാത്തവർക്ക് കേട്ടോ, അല്ലാത്തവർക്കല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ ഒരു കൂട്ടെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് തേക്കുന്ന സമയത്ത് നമ്മളൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മുടിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ വെറുതെ തേച്ചിട്ട് മുടി അങ്ങനെ വെക്കരുത്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ച നമ്മുടെ കൂട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. നന്നായിട്ട് തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മുടിയിൽ തന്നെ തേച്ചത് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മൾ തേക്കുന്ന സമയത്ത് കുറച്ച് തൈര്, നല്ല പുളിയുള്ള തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. മുടി നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ഈ ഹെന്ന ചെയ്തതിന് ശേഷം, നമ്മൾ ഹെയർ ഡൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകുക. ഷാമ്പു ഒന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാമ്പു അങ്ങനെയുള്ള വീര്യം കൂടിയിട്ടുള്ള അതൊന്നും വെച്ച് കഴുകരുത്. കാരണം അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഉരച്ച് കഴുകാൻ പാടില്ല കൂടുതൽ. കാരണം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ മുടിയുടെ കളറെല്ലാം പോകുന്നത്. അതുപോലെ തന്നെ വീര്യമുള്ള ഷാമ്പു തേച്ചാലും ഈ കളറ് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നോർമൽ വെള്ളത്തിൽ തന്നെ നിങ്ങൾ കഴുകുക. അതുമല്ല, നിങ്ങൾക്ക് ഷാമ്പു വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഷാമ്പു ഹെയർ ഡൈ ചെയ്യുന്നവർക്കുള്ള ഒരു ഷാമ്പു ഇട്ടിട്ടുണ്ട്. അതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് കഴുകാവുന്നതാണ്. അതുകൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഹെയർ ഡേയുടെ കളർ അങ്ങനെയൊന്നും പോകുമൊന്നുമില്ല. അതിനധികം വീര്യമുള്ളതൊന്നുമല്ല. നമ്മുടെ സാധാ നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഞാനതാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ വെറും ചായവെള്ളം തിളപ്പിച്ചിട്ട് ആ ചായവെള്ളം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് മുടി ലാസ്റ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് തലയെല്ലാം കഴുകിയതിന് ശേഷം ഈ ചായവെള്ളം കൊണ്ട് മുടി കഴുകിയാൽ നല്ല സോഫ്റ്റ് ആവും, ഡ്രൈനെസ് എല്ലാം മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക.